ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള സാറ്റിസ്ഫൈയിങ് ദ ഗിവൺ കണ്ടീഷൻസ്. വെർട്ടീസസ് പ്ലസ് ഓർ മൈനസ് 2,0, 4k പ്ലസ് ഓർ മൈനസ് 30. ഇതെങ്ങനെ ചെയ്യും? നമുക്കിത് ഏത് ടൈപ്പാണെന്ന് അറിയണം അല്ലേ? നമ്മൾ ആദ്യം തന്നെ റഫായിട്ട് വരയ്ക്കാൻ പോവാണ്. ഹൈപ്പർബോള ഏത് ടൈപ്പാണെന്ന് നോക്കണം. നമ്മൾ ആദ്യം തന്നെ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം. എക്സ് വൈ. വെർട്ടീസസ് പ്ലസ് ഓർ മൈനസ് 20. വെർട്ടീസസ് എക്സ് ആക്സിസിലാണ് വരുന്നത്, കാരണം 2,0 അല്ലേ. 2,0 മൈനസ് 2,0. അപ്പോൾ ഹൈപ്പർബോള ഇതുപോലെ വരണം. കാരണം എന്താണ്? വെർട്ടീസസിലാണല്ലോ ഹൈപ്പർബോള കട്ട് ചെയ്യുന്നത് ആക്സിസിനെ. അപ്പം ഇങ്ങനെ വന്നാലേ ശരിയാവുള്ളൂ. ഇപ്പോൾ വെർട്ടീസസ് പ്ലസ് ഓർ മൈനസ് 2,0 ആണ്. 4k വേണമെങ്കിൽ നോക്കാം, ബട്ട് നമുക്ക് വെർട്ടീസസ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഏത് ടൈപ്പ് ഹൈപ്പർബോളയാണെന്ന് മനസ്സിലായി. ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് x²/a² മൈനസ് y²/b² = 1 ആണ്. കാരണം ഇത് ടൈപ്പ് 1 ഹൈപ്പർബോളയാണ്. ശരിയല്ലേ? ടൈപ്പ് 1 ഹൈപ്പർബോളയാണ്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് എയും ബിയും വേണം. a² b² കിട്ടിയാലേ ഇക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ. വെർട്ടീസസ് പ്ലസ് ഓർ മൈനസ് a ആണ്, നമ്മൾ ബൈ ഹാർട്ടാണ്. വെർട്ടീസസ് പ്ലസ് ഓർ മൈനസ് a ആണ് നമുക്കറിയാം, അതായത് പ്ലസ് ഓർ മൈനസ് 2 ആണ്. അപ്പോൾ അതിൽ നിന്ന് a = 2 എന്ന് കിട്ടി അല്ലേ? a = 2 ഓർ a² = 4. ഇനി 4k പ്ലസ് ഓർ മൈനസ് സിയിലാണ് നമുക്കറിയാം അല്ലേ? 4k at പ്ലസ് ഓർ മൈനസ് സി. ഇവിടെ പ്ലസ് ഓർ മൈനസ് സിയുടെ സ്ഥാനത്ത് പ്ലസ് ഓർ മൈനസ് 3. അപ്പോൾ c = 3 എന്ന് കിട്ടി. നമുക്ക് a² b² വേണം. ഹൈപ്പർബോളയുടെ കേസിൽ c കാണാനുള്ള ഫോർമുല ഓർമ്മയുണ്ടോ? c കാണാനുള്ള ഫോർമുല √(a² + b² ആണ്. എലിപ്സിൽ a² മൈനസ് b² ആണ്, പക്ഷെ ഹൈപ്പർബോളയിൽ √(a² + b² ആണ്. ശരിയാണോ? അപ്പോൾ എന്ത് വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇതാണ് c എന്ന് പറയുന്നത്, ഇത് 3 ആണ്. ഓക്കെ, ഇവിടെ റൂട്ടഡ് a² എന്ന് പറഞ്ഞാൽ 4 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. b² അറിയില്ല, = 3. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്താൽ 4 + b² = 3², അതായത് 9 വരും. ഇതും ക്ലിയർ ആയല്ലോ. നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അറേഞ്ച് ചെയ്താൽ b² = 9 - 4 5 കിട്ടും. a² b² ആയി കഴിഞ്ഞു. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ x²/a² മൈനസ് y²/b² = 1 ആണ്. ഇതാണ് ആൻസർ.